എന്താണ് ഇറാന്റെ പ്രശ്നം? നേരത്തെ ഒന്നും ഇറാനിൽ നിന്നും അമേരിക്ക ഇടപെടുത്തൊന്നുമില്ല, ഈ പരസ്യമായിട്ട് പറയത്തൊന്നുമില്ല. അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ 12-13% ക്രിസ്ത്യൻസ് ആണ്, മസാമീനി ഉൾപ്പെടെ മരിച്ചുപോയത്. അപ്പൊ അവർക്കെതിരെ വെടിവെക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. അത് ഉരുത്തിരിഞ്ഞ് ഇസ്രായേലുമായിട്ട് പ്രശ്നമുണ്ടായി, അത് എസ്കലേറ്റ് ചെയ്യുന്നു. ഫൈനലി അമേരിക്ക കൊണ്ട് ബോംബ് ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രതിഷേധക്കാർക്കെതിരെ വെടിവെച്ചാൽ ഞങ്ങൾ ഇടപെടും. ലോക്ഡ് ആൻഡ് ലോഡഡ് ആ വാക്കാണ് ഉപയോഗിച്ചത്, അതായത് ഇടപെടും. പിന്നീട് എന്താ ഉണ്ടായത്? ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു പ്രതിഷേധക്കാരെ വെടിവെക്കില്ല. ഏകദേശം 36 പേര് മരിച്ച ശേഷമാണ് അവർ പറയുന്നത് വെടിവെക്കില്ല. ഇന്ത്യക്കെതിരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഇതാണ്, ഈ 500% ടാരിഫ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രയും പ്രശ്നം കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഒറ്റ വാക്ക് മിണ്ടിയില്ല. ഇത് ഗ്ലോബലായിട്ടങ്ങ് പോവുകയും ചെയ്തു. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ചെയ്തത് തെറ്റാണ്, ഇവർക്കെതിരെ നടപടിയെടുക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നില്ല. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ട് നിശബ്ദമായി. നോക്കൂ, അതെല്ലാം കഴിഞ്ഞ് എന്നാണിത് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ്? എന്നാണ് ലിൻസി ഗ്രഹാം ഇതുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് ചെയ്തേക്കുന്നത്? അവർ വെയിറ്റ് ചെയ്തു, എന്ത് ആക്ഷനാണ് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്നത്. അതേപോലെ തന്നെ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അവർക്ക് വലിയ ഗാർലാൻഡ് കൊടുത്ത് വലിയ സ്വീകരണം റായ്പൂരി കൊടുക്കുന്നു. ചില പള്ളികളൊക്കെ കത്തിച്ച് കളയുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്, പല സംഘപരിവാരക്കാരും വിചാരിക്കുന്നത് ഇതൊക്കെ വളരെ നിശബ്ദമായിട്ട് ലോകം അക്സെപ്റ്റ് ചെയ്തില്ല. ഇതുണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കകത്തല്ല പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ ടാരിഫും ബിസിനസ് ആ വേറെ കാര്യം. ഇന്ത്യക്കാര് വിദേശത്തുള്ളവരെ ഹണ്ട് ചെയ്യും. അതിന്റെ 2ാമത്തെ സ്റ്റേജിലോട്ട് കടക്കുകയാണ്. അത് അമേരിക്ക മാത്രമല്ല, കാനഡയും വെറുതെ വിടത്തില്ല, ഓസ്ട്രേലിയയും വെറുതെ വിടത്തില്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്ത്യക്കാരെ കയറി മാന്താൻ പോവാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ആദ്യം നേരത്തെ കഴിഞ്ഞ് H1B വിസ, ഗ്രീൻ കാർഡ്, ഇന്ത്യക്കാരെ പുറത്താക്കുന്നു. അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ 13,000 ഇന്ത്യക്കാരെ ഒറ്റയടിക്ക് പുറത്താക്കുന്നു. ഇതെല്ലാം ഫോളോ ചെയ്യും യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും. ഞാൻ പല ആവർത്തി പറയുകയാണ്, ഇന്ത്യക്കാരെ ഗ്ലോബലായിട്ട് ഇത് ബാധിക്കും. ഉള്ള എയർപോർട്ടിൽ മുഴുവനും പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം എല്ലാവരും വിചാരിക്കുന്ന ഈ രീതി ഇവരെല്ലാം ഇന്ത്യക്കാരാണ്. ഇതിൻ്റെ അകത്ത് ക്രിസ്ത്യാനികളെയും പിടിക്കും, മുസ്ലിങ്ങളെയും പിടിക്കും, എല്ലാവരെയും കയറി പിടിക്കും.